Hello friends, welcome to the channel. അപ്പോൾ നിങ്ങൾ തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചാണ് ഞാൻ ഉപയോഗിക്കുന്ന എൻട്രി ലെവലിലെ ഏറ്റവും ബെസ്റ്റ് ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാം ഒരു ബെസ്റ്റ് കാറ്റഗറിയിൽ വരുന്ന കാർഡ് തന്നെയാണ്. അതിൽ ഒരെണ്ണം മാത്രം ഉള്ള ഒരു വേണമെങ്കിൽ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഗ്നോർ ചെയ്യാവുന്ന ഒരു കാർഡ് വേണമെങ്കിൽ, പക്ഷേ എൻ്റെ ഉണ്ട് കാർഡ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി എൻ്റെ കാർഡുകളുടെ ഡീറ്റെയിൽസും ഫുള്ളൊക്കെ നിങ്ങൾ ഓൾറെഡി നമ്മൾ അൺബോക്സിങ് ചെയ്യുമ്പോൾ ഒക്കെ വീഡിയോയിൽ ഓൾറെഡി ഇട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലാ കാർഡും എടുത്ത് കാണിച്ചു തരുന്നില്ല. അപ്പോൾ നമ്മളൊന്ന് എൻ്റെ ആക്ച്വലി SBIയുടെ കാർഡ് ഉണ്ട്, നമ്മുടെ കോട്ടക്കിൻ്റെ കാർഡ് ഉണ്ട്, IDFC പവർ കാർഡ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ BOBയുടെ HPCL കാർഡും ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അൺബോക്സിങ് വീഡിയോ സംഭവമൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്, ഞാൻ പറയാൻ പോകുന്ന 3 കാർഡുകളെ കുറിച്ച് നമ്മൾ പറയാവുന്നത്. നിങ്ങൾക്ക് ഫ്യൂവൽ കാർഡായിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്ന 3 ക്രെഡിറ്റ് കാർഡുകളുടെ കാര്യം നമ്മൾ പറയാവുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ 2 ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ പുതിയ ചാനൽ GHS വേൾഡ് എന്ന് പറഞ്ഞ ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക. നമ്മളതിൽ മൂവി ന്യൂസ്, ഫിലിം ന്യൂസ്, ടെക്നിക്കൽ ന്യൂസ്, അങ്ങനത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളാണെന്ന്. ഹെൽപ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമുക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. ലിങ്ക് കാർഡിലൊക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ പേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ ക്രെഡിറ്റ് കാർഡുകൾ കണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് 2-3 മാസമായിട്ട് ഉപയോഗിക്കുന്ന കാർഡുകളാണ്. ഒരെണ്ണം അമേരിക്കൻ എക്സ്പ്രസിൻ്റെ സ്മാർട്ട് ടേൺ കാർഡ്, പിന്നെ നിയോയുടെ ആക്സിസ് നിയോ കാർഡ്, പിന്നെ ഇന്ത്യൻ ഓയിലിലെ കോട്ടക് കാർഡ്. അപ്പോൾ ഇതാണ് ഞാൻ ഇപ്പോൾ കറൻ്റ്ലി ഉപയോഗിക്കുന്ന ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡ്. കോട്ടക് ബാങ്കിൻ്റെ കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ ഇന്ത്യൻ ഓയിലിലെ ക്രെഡിറ്റ് കാർഡാണ്. ഇതിന് നമുക്ക് ഓൾമോസ്റ്റ് 449 രൂപ പ്ലസ് GST ആനുവൽ ചാർജും ജോയിനിങ് ചാർജും വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇന്ത്യൻ ഓയിൽ എന്ന് വെച്ചാൽ എൻ്റെ അടുത്തുള്ള പമ്പുകളൊക്കെ ഇന്ത്യൻ ഓയിലിലെ പമ്പുകൾ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഞാൻ ആക്ച്വലി ഇന്ത്യൻ ഓയിലിൽ കുറേ സ്റ്റോക്സും ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അത് മാത്രമല്ല, ഞാനിപ്പോൾ അതിന് പുതിയൊരു ഗ്യാസ് കണക്ഷൻ ഇന്ത്യൻ ഓയിലിലെ ഇന്ത്യ ഉണ്ടല്ലോ, ഇന്ത്യൻ്റെ കണക്ഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിങ്ങൾക്ക് ആ ഇന്ത്യൻ്റെ കണക്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അവർക്കൊരു ആപ്പ് ഉണ്ട്. ഞാനത് കാണിച്ചു തരാം. ഇവിടെ ഇന്ത്യൻ ഓയിൽ 1 എന്ന് പറഞ്ഞിട്ട് കണ്ടോ. ഇതിൻ്റെ ഉള്ള ആപ്പിൽ തന്നെ നമുക്ക് ഒരു കാർഡും സംഭവമൊക്കെ ഞാൻ കാണിച്ചു തരാം. എക്സ്ട്രാ റിവാർഡ്സ് നിങ്ങൾക്ക് അറിയിക്കുന്നത് അതിൻ്റെ കാർഡും സംഭവമൊക്കെ ഡിജിറ്റൽ കാർഡാണ്. ഇപ്പോൾ ഫിസിക്കൽ കാർഡൊന്നും ഇല്ല. ആ കാർഡിൻ്റെ സംഭവമൊക്കെ കാണുന്നുണ്ടോ. അപ്പോൾ ആ കാർഡിൽ നമുക്ക് പോയിന്റ്സും സംഭവമൊക്കെ കയറും. ഇതുപോലെ സിലിണ്ടർ ഓർഡർ ചെയ്യുമ്പോഴും ഫ്യൂവൽ അടിക്കുമ്പോഴും നമുക്ക് അടുത്തുള്ള ഫ്യൂവൽ പെട്രോൾ പമ്പുകളൊക്കെ ഇതിൽ കാണിക്കും, ഈ ആപ്പിൽ തന്നെ കാണിക്കും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് ഫോൺ നമ്പർ വെച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മതി, വേറൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ കറൻ്റ് ഉപയോഗിക്കുന്ന കാർഡ്. പിന്നെ ഞാൻ നമ്മുടെ SBIൻ്റെ BPCL കാർഡും തൽക്കാലം ഭാരത് പെട്രോളിയം, അതായത് എൻ്റെ ഏരിയയിലൊന്നും ഇല്ല, വീടിൻ്റെ ഏരിയയിലൊന്നും ഇല്ല, പക്ഷേ കുറച്ചങ്ങോട്ട് ടൗണിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് BPCLൻ്റെ പമ്പുകളുണ്ട്. പിന്നെ ഉള്ളതാണ് HPCLൻ്റെ പമ്പ്, അത് BOBയുടെ ആണ്. പിന്നെ നമ്മുടെ IDFCയുടെ പവർ കാർഡ്, അത് അത്യാവശ്യം നല്ല കാർഡ് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരില്ല. പക്ഷേ IDFCയുടെ പവർ കാർഡ് കിട്ടാൻ കുറച്ച് പാടാണ്. പ്രത്യേകിച്ച് IDFCയുടെ ക്രെഡിറ്റ് കാർഡ് സർവീസുള്ള തീരെയൊന്നും കിട്ടില്ല, നിങ്ങൾക്ക് അറിയിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് ഇഷ്യൂ ആണ്. പക്ഷേ നല്ല കാർഡാണ് IDFCയുടെ പവർ കാർഡ് കേട്ടോ. നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ എടുത്ത് നോക്കി. ഞാൻ ഇതിൻ്റെ പറഞ്ഞ എല്ലാ കാർഡുകളുടെയും അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ റെഫറൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതുകൂടെ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും കേട്ടോ. മറക്കണ്ട, ആർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മളിത് റെക്കമെൻഡ് ഞാൻ ആക്ച്വലി ഒരു പ്രയോറിറ്റി അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് പ്രയോറിറ്റിയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കോട്ടക്കിൻ്റെ ഇന്ത്യൻ ഓയിലിൻ്റെ കാർഡാണ്. അതുപോലെ തന്നെ രണ്ടാമത്തേൽ ഞാൻ പറയാൻ പോകുന്നത് IDFCയുടെ പവർ കാർഡാണ്. മൂന്നാമത്തെ നമ്മുടെ SPCLൻ്റെ BPCL കാർഡ്. നാലാമത്തേതാണ് നമ്മുടെ BOBയുടെ HPCL കാർഡ്. അത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാം. എന്ന് വെച്ചാൽ BOBയുടെ കാർഡ് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. അത് മര്യാദയ്ക്ക് എന്താ പറയുക, പോയിന്റ്സും കയറുന്നില്ല. അത് മാത്രമല്ല, നമുക്ക് ചില സമയത്ത് സർചാർജും കയറുന്നില്ല. നമുക്കറിയാം 1% സർചാർജ് ഫ്രീ ഓഫ് ഉണ്ട്, അതിൻ്റെ ഒരു ലിമിറ്റിൻ്റെ ഉള്ളിൽ. അവരെ കാർഡിന് ഓരോ പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് എടുത്ത് പറയുന്നില്ല, ഷോർട്ടാക്കിയിട്ട് നമ്മൾ പറയാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഡീറ്റെയിൽസും പറയാം. എന്ന് വെച്ചാൽ ഇതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഓരോ കാർഡുകളുടെ വീഡിയോസൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഓരോ കാർഡുകളുടെയും ഫീച്ചേഴ്സും സംഭവങ്ങളൊക്കെ എടുത്ത് പറയാത്തത് കേട്ടോ. അപ്പോൾ ഞാൻ വേണമെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമ്മളിപ്പോൾ പറഞ്ഞ നമ്മുടെ ഈ 3 കാർഡുകളുടെ ജസ്റ്റ് ഒരു ഓവർവ്യൂ വേണമെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞു പോകാം. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് പറയാം ഇന്ത്യൻ ഓയിലിൻ്റെ കോട്ടക്കിൻ്റെ ക്രെഡിറ്റ് കാർഡ്. കുറച്ച് ജസ്റ്റ് ഓവർവ്യൂ പോലെ പറഞ്ഞു പോകാം. ജോയിനിങ് ചാർജ് ആനുവൽ ചാർജ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. 449 രൂപ പ്ലസ് GST ആണ്. ഫ്യൂവൽ കാർഡാണ്, റിവാർഡ് ടൈപ്പാണ് വരുന്നത്, റിവാർഡ് പോയിന്റ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് 1000 റിവാർഡ് പോയിന്റ് ആണ്. നമുക്ക് മിനിമം 30 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ 500 രൂപ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1000 റിവാർഡ് പോയിന്റ് കിട്ടും. അതുപോലെ തന്നെ മൂവി ആൻഡ് ഡൈനിങ് ബെനിഫിറ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് 12 റിവാർഡ് പോയിന്റ് ഓൺ സ്പെൻഡിങ് ₹150 ഓൺ അബോവ് ആണ് ഡൈനിങ്ങിൽ. നമുക്ക് 2% റിവാർഡ് പോയിന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ റിവാർഡ് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ 24 റിവാർഡ് പോയിന്റ് ആണ് എവരി ₹150 സ്പെൻഡ് ഓൺ ഫ്യൂവൽ. 12 റിവാർഡ് പോയിന്റ് ആണ് എവരി ₹150 സ്പെൻഡ് ഓൺ ഗ്രോസറി ആൻഡ് ഡൈനിങ്സ്. അതുപോലെ തന്നെ 3 റിവാർഡ് പോയിന്റ് ആണ് എവരി ₹150 സ്പെൻഡ് ഓൺ അതർ ട്രാൻസാക്ഷൻ ഉണ്ടാകും. അപ്പോൾ ഇതിന് നമുക്ക് ലോഞ്ചസ് സംഭവമൊന്നുമില്ല. ഇൻഷുറൻസ് ബെനിഫിറ്റ് നമുക്ക് വരുന്നുണ്ട്. 2 lakhൻ്റെ പേഴ്സണൽ ആക്സിഡൻ്റൽ ഇൻഷുറൻസ് കവർ വരുന്നുണ്ട്. 0 ലയബിലിറ്റി പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് കേട്ടോ.
പിന്നെ റിവാർഡ് റിഡംഷൻ ഫീസും സംഭവമൊന്നുമില്ല. ഇതും ഈ കാർഡ് ഞാൻ റയറായിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് അറിയാം. എൻ്റെ ഇപ്പോൾ ഞാൻ ഓൾറെഡി നമ്മുടെ വീഡിയോയിലൊക്കെ പറയാറുണ്ട്, നമുക്കിപ്പോൾ വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ ഞാൻ കാർഡ് എടുക്കലൊക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ റയറായിട്ടൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ. പുറത്ത് പോകാനൊക്കെ ചിലപ്പോൾ നമ്മൾ സ്കൂട്ടറും ബൈക്കും സംഭവമൊക്കെ ഉപയോഗിക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ പേര് നമ്മുടെ ഇന്ത്യൻ ഓയിൽ കോട്ടക്കൻ്റെ റിവാർഡ് പോയിന്റ് റിഡീം ചെയ്യാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞത് വെച്ചാൽ എൻ്റെ ആകെ 10,000-3000 പോയിന്റ് ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാത്തത് കേട്ടോ. ഇപ്പോൾ എന്തായാലും നമുക്ക് ഈ കാർഡിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടി നോക്കിയിരുന്നു. പിന്നെ ഞാൻ IDFC പവറിൻ്റെ വീഡിയോ അല്ല ഡീറ്റെയിൽസ് പറയാം. ജോയിനിങ് ചാർജും മാനുവൽ ചാർജ് വരുന്നത് 499 പ്ലസ് GST ആണ്. നമുക്കതിൽ വെൽക്കം ബെനിഫിറ്റ് ആയിട്ട് അപ് ടു ₹500 ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. ഫസ്റ്റ് HPCL ഫ്യൂൽ ട്രാൻസാക്ഷൻ നമ്മൾ 500 രൂപയുടെ മുകളിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഫസ്റ്റ് EMIയിൽ നമുക്ക് 5% ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. മൂവി ആൻഡ് ഡൈനിങ് നോക്കി കഴിഞ്ഞാൽ 25% മൂവി ടിക്കറ്റ് ഓഫ് വരുന്നുണ്ട് അപ് ടു ₹100 പെർ മന്ത്. അതുപോലെ തന്നെ നമുക്ക് സ്വിഗ്ഗിയിലും ₹150 ഡിസ്കൗണ്ട് മാക്സിമം നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ റിവാർഡ് റേറ്റ് നോക്കുകയാണെങ്കിൽ 30x റിവാർഡ് പോയിന്റ് ആണ് HPCL ഫ്യൂൽ പമ്പിൽ നമുക്ക് അപ് ടു 2400 റിവാർഡ് പോയിന്റ് ആണ് ക്യാപ്പിംഗ് വന്നിരുന്നത് കേട്ടോ. അപ്പോൾ ഇവർ പറയുന്നത് നമുക്ക് മാക്സിമം 5% ഒക്കെ നമുക്ക് എന്താ പറയുക ലാഭിക്കാൻ സംഭവം എന്നൊക്കെയാണ് ഒരു മാർക്കറ്റ് ചെയ്യുന്നത്. അതിൽ നമുക്ക് 1% സർചാർജും ഒരു കൂടിയിട്ടാണ് അവർ പറയുന്നത് കേട്ടോ. അത് വേറെ കാര്യം. ഒരു റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് 0.25 പൈസയാണ് ഓൾമോസ്റ്റ് എല്ലാത്തിലാണ്. പിന്നെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ട്രാവൽ ബെനിഫിറ്റ് ആയിട്ട് കോംപ്ലിമെൻ്റ് ആയിട്ട് ഡൊമസ്റ്റിക് ലോഞ്ചസ് ഈ കാർഡിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ക്വാർട്ടറിൽ ഒരെണ്ണം നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അത് നല്ല കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് കോംപ്ലിമെൻ്റ് ആയിട്ട് റോഡ് സൈഡ് അസിസ്റ്റൻസ് വർത്ത് ₹1,400 4 ടൈംസ് a year നമുക്ക് കിട്ടുന്നുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. പിന്നെ ഇൻഷുറൻസ് ബെനിഫിറ്റ് ആയിട്ട് 2 ലക്ഷത്തിൻ്റെ പേഴ്സണൽ ആക്സിഡൻ്റൽ കവർ കിട്ടുന്നുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ റിവാർഡ് റിഡംഷൻ ഫീസ് വരുന്നുണ്ട് ₹99 പ്ലസ് GST. അത് കുറച്ച് ബോറാണ്. പിന്നെ നമുക്ക് ആനുവൽ ഫീസ് വേവ് ഓഫ് ചെയ്യണമെങ്കിൽ ₹1,50,000 സ്പെൻഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതായി നമ്മുടെ BPCL SBI കാർഡാണ്. ഇതും നമുക്ക് ഒരു എൻട്രി ലെവൽ കാർഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ₹499 പ്ലസ് GST ആനുവൽ ചാർജും ജോയിൻ ചാർജും വരുന്നത്. 2000 ആക്ടിവേഷൻ ബോണസ് പോയിന്റാണ് നമുക്ക് എന്താ പറയുക നമ്മൾ കാർഡ് ആക്ടിവേഷൻ ചെയ്തിട്ട് ആദ്യത്തെ ഒരു ₹500 ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക. 5x റിവാർഡ് പോയിന്റ് ആണ് നമുക്ക് മൂവി ആൻഡ് ഡൈനിങ്സിൽ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ റിവാർഡ് കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ 1 റിവാർഡ് പോയിന്റ് പെർ ₹100 സ്പെൻഡ് ആണ് ഓൺ ഡൈനിങ് മൂവീസ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ഗ്രോസറീസ് ഒക്കെ കേട്ടോ. 13x റിവാർഡ് പോയിന്റ് ആണ് BPCL പമ്പിൽ നമുക്ക് വരുന്നത്. അതിന് നോക്കിക്കഴിഞ്ഞാൽ ഒരു 3.2% നമുക്ക് ക്യാഷ് ബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ 4 റിവാർഡ് പോയിന്റ് ഈക്വൽ ടു ₹1 ആണ്, അതായത് 0.25 പൈസ തന്നെ. പിന്നെ നമുക്ക് ലോഞ്ചേഴ്സ് സംഭവമൊന്നും ഇല്ല. 0 ലയബിലിറ്റി പ്രൊട്ടക്ഷൻ കവർ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ആനുവൽ ഫീസ് വേണമെങ്കിൽ വേവ് ഓഫ് ചെയ്യാം. നമ്മൾ ആനുവലി ₹50,000 സ്പെൻഡ് ചെയ്യണമെങ്കിൽ കേട്ടോ. അത് കുറവാണ്. അപ്പോൾ നല്ല കാര്യം തന്നെയാണ്. റിവാർഡ് റിഡംഷൻ ഫീസ് വരുന്നുണ്ട് ₹99 വരുന്നുണ്ട്. അത് കുറച്ച് ബോറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 3 കാർഡ് നമ്മൾ പറയാൻ പോകുന്നത്. എന്തായാലും ഞാൻ BOBയുടെ HPCL കാർഡിൻ്റെ പോലും പറയുന്നില്ല. നമ്മളത് എൻ്റെ അൺബോക്സിങ് സമയത്തൊക്കെ അതിൻ്റെ വീഡിയോ ഇട്ടുണ്ട്. അതിന് കുറേ ഇഷ്യൂ അപ്പം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ BOBയിൽ നിങ്ങൾക്ക് അറിയിക്കും കസ്റ്റമർ കെയർ എന്ന് പറഞ്ഞാൽ പത്തറ്റിക്കാണ്. അപ്പോൾ അത് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ AC-യുടെ വീഡിയോസും സംഭവങ്ങളൊക്കെ കാണാത്തവർ പോയി കണ്ടുനോക്കുക. ബൈയിങ് ഗൈഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഡീറ്റെയിൽ നമ്മൾ 2-3 ദിവസമായിട്ട് ഇടുന്നുണ്ട്. പക്ഷേ നമുക്ക് കുറേ കമൻറ്റ്സ് സംഭവം AC-യെ കുറിച്ച് വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. കണ്ടുനോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. നമ്മൾ Instagram പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ ചെയ്യാതെ പോയി ഫോളോ ചെയ്യുക. ലിങ്ക് നൽകാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത കാണാം. ബൈ.